നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മാസഫലമാണ്. മകയിര നക്ഷത്രക്കാരുടെ 2025 ജൂൺ മാസത്തെ സമഗ്രമായ ജ്യോതിഷ വിശകലന റിപ്പോർട്ടാണ് ഈ വീഡിയോയിലുള്ളത്. മകയിര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് 2025 ജൂൺ മാസം വിവിധ തരത്തിലുള്ള മേഖലകളിൽ ഗ്രഹങ്ങൾ എപ്രകാരം സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു സമഗ്ര റിപ്പോർട്ടാണ്. ഇതിൽ മകയിര നക്ഷത്രക്കാരുടെ പൊതുവായ സവിശേഷതകൾ, ജൂൺ മാസത്തിലെ പ്രധാന ഗ്രഹസ്ഥിതികൾ, ഓരോ മേഖലയിൽ ഉണ്ടാവുന്ന ഫലങ്ങൾ, ആഴ്ച തിരിച്ചുള്ള വിശകലനം, ദോഷപരിഹാരങ്ങൾ എന്നിവയാണ് ഉൾക്കൊള്ളുന്നത്. മകയിര നക്ഷത്രം മൃഗശീർഷം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് വേദ ജ്യോതിഷത്തിലെ ഒരു പ്രധാന നക്ഷത്രമാണ്. ചൊവ്വയാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപഗ്രഹം. ചന്ദ്രനാണ് അതിദേവത. മാൻപേടയുടെ തലയാണ് മകയിര നക്ഷത്രത്തിൻ്റെ ചിഹ്നം. ഇത് ജിജ്ഞാസ, സൗന്ദര്യം, സൗമ്യമായ സ്വഭാവം, സത്യവും ജ്ഞാനവും തേടിയുള്ള അന്വേഷണം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു. മകയിര നക്ഷത്രം ഇടവം, മിഥുനൻ രാശികളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. ഇടവക്കൂറിൽ കാർത്തിക, രോഹിണി, മകയിരം എന്നിവയും മിഥുനക്കൂറിൽ മകയിരം, തിരുവാതിര, പൂൺപദം എന്നിവയും ഉൾപ്പെടുന്നു. അതിനാൽ ഈ രണ്ട് രാശികളുടെ സ്വാധീനം മകയിര നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടും. ചൊവ്വയുടെ ഭരണം ഊർജ്ജസ്വലതയും സാഹസികതയും നൽകുമ്പോൾ ചന്ദ്രൻ്റെ സ്വാധീനം വൈകാരികതയും സംവേദനക്ഷമതയും നൽകുന്നു. പൊതുവായ സ്വഭാവം നോക്കുമ്പോൾ മകയിര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ചില പ്രത്യേക സവിശേഷതകൾക്കുണ്ട്. ഇവരെ സ്വയം പ്രചോദിതരും കർമ്മോത്സവരുമായി കാണപ്പെടുന്നുണ്ട്. ഗവേഷണം, പൊതുപ്രസംഗം, എഴുത്ത് എന്നിവയിൽ ഇവർക്ക് പ്രത്യേക കഴിവുകളുമുണ്ട്. തീവ്രമായ ബുദ്ധിശക്തിയും കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാനുള്ള കഴിവും ഇവരുടെ ഒരു പ്രധാന സവിശേഷതയാണ്. സഹാനുഭൂതിയുള്ളവരും സമാധാനപ്രിയരും ഉത്സാഹികളുമാണ് ഇവർ. നല്ല ആശയവിനിമയ ശേഷിയുള്ളവരും കഥകൾ പറയാൻ മിടുക്കരുമാണ്. ഇതിവരെ മികച്ച അധ്യാപകരോ ആശയവിനിമയക്കാരോ ആക്കുന്നുണ്ട്. സ്വാഭാവിക നേതാക്കന്മാരാണ് മകയിര നക്ഷത്രക്കാർ. പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുമുണ്ട്. ഉറച്ച ഈശ്വരവിശ്വാസിയും അതിനാൽ നിന്നുണ്ടാകുന്ന ആത്മവിശ്വാസവും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നേടാൻ ഇവർക്ക് വഴിതെളിക്കുന്നു. എന്നിരുന്നാലും ചില ദൗർബല്യങ്ങളും ഇവർക്കുണ്ട്. വരവ് നോക്കാതെ ചിലവ് ചെയ്യുന്ന സ്വഭാവക്കാരാണ് പൊതുവെ മകയിര നക്ഷത്രക്കാർ. ഇത് പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകാറുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധി നേടാനുള്ള കഴിവുണ്ടെങ്കിലും അമിതമായി പണം ചിലവാക്കുന്ന പ്രവണത ഈ സാധ്യതകളെ ഇല്ലാതാക്കാനും സാധ്യതയുണ്ട്. സ്വന്തം അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന സ്വഭാവം ഇവർക്കുമുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വന്തം ഇഷ്ടമനുസരിച്ചായിരിക്കും. നേതൃത്വ ഗുണവും കർമ്മോത്സുകതയും ഈ നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുമെങ്കിലും അമിതമായ വിശ്വാസമോ അല്ലെങ്കിൽ അമിതമായ സംശയമോ വ്യക്തിബന്ധങ്ങളെയും സഹകരണങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തങ്ങളുടെ നേതൃപരമായ കഴിവുകൾ വിനിയോഗിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായ ഇടപെടലുകളിൽ വിവേകവും ജാഗ്രതയും പാലിക്കേണ്ടത് പ്രധാനവുമാണ്. മകയിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ട്. ബാല്യകാലം 21 വയസ്സുവരെ അത്ര മെച്ചമായിരിക്കില്ലെന്നും ആരോഗ്യക്കുറവ്, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ അനുഭവിക്കേണ്ടി വരുമെന്നും കാണുന്നുണ്ട്. എന്നാൽ 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധികരമായിട്ടാണുള്ളത്. തൊഴിൽ ഗുണം, വിദ്യാഗുണം, ധനാഭിവൃദ്ധി എന്നിവയെല്ലാം ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം. 37 വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാവുക. എന്നാൽ ഈ കാലയളവിൽ സ്വജനവിരോധം, സ്വജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ്. കൂടാതെ ഇക്കാലത്തുണ്ടാകാവുന്ന കൂട്ടുകെട്ടുകൾ പലപ്പോഴും ഇവർക്ക് ദോഷമായി കലാശിച്ചെന്നും വരാം. ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഫലങ്ങൾ ഏകദേശം 54 വയസ്സ് വരെ തുടരും. അതിനുശേഷം ജീവിതം പൊതുവെ ശാന്തമായിരിക്കും. ഈ ജീവിതഘട്ടങ്ങളെക്കുറിച്ചുള്ള അവബോധം ജൂൺ 2025 ഗ്രഹസ്ഥിതിയുടെ ഫലങ്ങൾ ഓരോ വ്യക്തിയിലും എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകുന്നുണ്ട്. 2025 ജൂൺ മാസം ജ്യോതിഷപരമായ നിരവധി ഗ്രഹമാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. ഈ മാറ്റങ്ങൾ മകയിര നക്ഷത്രക്കാർക്ക് വിവിധ മേഖലകളിൽ സ്വാധീനവും ചെലുത്തും. പൊതുവായ ഗ്രഹസ്ഥിതി അവലോകനം. 2025 ജൂൺ മാസം മലയാള മാസങ്ങളായ ഇടവവും മിഥുനവും ചേർന്നതാണ്. ജൂൺ 14 വരെ ഇടവവും 15 മുതൽ മിഥുനവുമാണ്. ഈ മാസം രോഹിണി, മകയിരം, തിരുവാതിര എന്നീ ഞാറ്റുവേലകൾ ഉൾപ്പെടുന്നുണ്ട്. ഇത് കേരളത്തിലെ മഴക്കാലത്തിൻ്റെ മാതംഗ ഭംഗികൾ നിറഞ്ഞതും കാർഷിക കേരളത്തിന് അവിഭാജ്യമായ കാലഘട്ടമാണ്. പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സ്വാധീനവും നോക്കുമ്പോൾ സൂര്യൻ മെയ് 20, 2025 വൈകിട്ട് 6:12 മിഥുനൻ രാശിയിൽ പ്രവേശിച്ചു. ജൂൺ 20 ഇവിടെ തുടരും. ഈ കാലയളവിൽ സൂര്യൻ മൃഗശീർഷ നക്ഷത്രത്തിൽ, അതായത് മകയിര നക്ഷത്രത്തിൽ ആരംഭിച്ച് പിന്നീട് തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കും.
മിഥുനത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിൽ ആശയവിനിമയം, നെറ്റ്വർക്കിംഗ്, നൂതന ആശയങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു. ജൂൺ 20-22 സൂര്യൻ കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കും. ചൊവ്വ ജൂൺ 7, 2025 വരെ ചൊവ്വ കർക്കിടകൻ രാശിയിൽ തുടരും. ഈ സമയം വൈകാരിക സംവേദനക്ഷമതയും സഹജമായ പ്രവർത്തനങ്ങളും വർദ്ധിക്കും. വീടും കുടുംബങ്ങളും വൈകാരിക സുരക്ഷയും പ്രധാനമാകും. ജൂൺ 7, 2025 പുലർച്ചെ 2:28 ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കും. ഇത് 18 മാസത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു പ്രധാന മാറ്റമാണ്. ചിങ്ങത്തിൽ ചൊവ്വയുടെ സംക്രമണം ഊർജം, പ്രചോദനം, പ്രവർത്തനം എന്നിവയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇത് അഭിനിവേശത്തെയും ലക്ഷ്യത്തെയും പുനരുജ്ജീവിപ്പിക്കും. ചൊവ്വയുടെ ഈ മാറ്റം ധൈര്യം, ശക്തി, ഊർജം, നിശ്ചയദാർഢ്യം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യാഴം മെയ് 14 മുതൽ മിഥുനൻ രാശിയിൽ മകര നക്ഷത്രത്തിലാണ്. ഒക്ടോബർ 17, 2025 വരെ ഇവിടെ തുടരും. ഇടവക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഈ സ്ഥിതി തൊഴിൽപരമായ നേട്ടങ്ങൾ, മാനസിക സന്തോഷം, ബിസിനസ്സിൽ മികവ്, കുടുംബ സൗഖ്യം, സന്താന ഗുണം എന്നിവ നൽകും. വ്യാഴം മകര നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം വരെ വളരെ അനുകൂലமான സാഹചര്യമാണ്. ഇത് തൊഴിൽപരമായ പുരോഗതിക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും വഴിയൊരുക്കും. ദീർഘകാലമായി നിലനിന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കുടുംബപരമായ കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കാനുമാകും. ബുധൻ ജൂൺ 8 വരെ മൗഢ്യത്തിലാണ്. ഈ സമയത്ത് ആശയവിനിമയത്തിൽ വ്യക്തത കുറവുണ്ടാകാം. ഈ കാലയളവിൽ ബുധൻ മകയിരം മുതൽ പൂയം വരെയുള്ള നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കും. ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ മിഥുനത്തിലും പിന്നീട് കർക്കിടകത്തിലും ജൂൺ അവസാനത്തോടെ ചിങ്ങത്തിലും ബുധൻ സഞ്ചരിക്കും. മെയ് 31 മുതൽ ജൂൺ 29 വരെ ശുക്രൻ മേടൻ രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കും. മാർച്ച് 29, 2025 മുതൽ ശനി മീനൻ രാശിയിൽ തുടരുന്നുണ്ട്. ജൂൺ മാസത്തിലും ഇടവൻ രാശിയിലായിരിക്കും. ശനിയുടെ ഈ സ്ഥിതി ആത്മീയതയെ പ്രോത്സാഹിപ്പിക്കും. മെയ് 20 രാഹു കുംഭൻ രാശിയിലേക്ക്, കേതു ചിങ്ങൻ രാശിയിലേക്കും സംക്രമിച്ചു. ജൂൺ മാസത്തിൽ ഈ രാശികളിൽ തുടരുകയും ചെയ്യും. ഈ ഗ്രഹസ്ഥിതികൾ മകര നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിലെ പൊതുവെ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ മകര നക്ഷത്രത്തിലെ സാന്നിധ്യം. പൊതുവായ ഫലങ്ങൾ നോക്കുമ്പോൾ ഈ മാസം പൊതുവെ സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാണ്. ദീർഘകാലമായി നിന്നിരുന്ന മാനസിക വിഷമതകൾക്ക് ശമനമുണ്ടാകും. പുതിയ പദ്ധതികൾ ആരംഭിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സമയം കണ്ടെത്താൻ കഴിയും. ഈശ്വരവിശ്വാസം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടാൻ സഹായിക്കുകയും ചെയ്യും. തൊഴിൽ മേഖലയിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ തൊഴിൽപരമായ നേട്ടങ്ങൾ ഈ മാസം മകര നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം. ജോലിയില്ലാതെ വിഷമിച്ചവർക്ക് അർഹതയ്ക്ക് അനുസരിച്ച് നിയമനം ലഭിക്കാൻ സാധ്യതയുണ്ട്. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. മേലധികാരികളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും അനുകൂലമായ നടപടികളുണ്ടാകും. പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ അനുകൂലമായ സമയവുമാണ്. മകര നക്ഷത്രക്കാർ സ്വാഭാവികമായുള്ള നേതൃത്വ ഗുണവും പ്രശ്നപരിഹാര ശേഷിയും ഈ മാസത്തെ തൊഴിൽപരമായ വിജയങ്ങൾക്ക് സഹായിക്കും. ആശയവിനിമയത്തിലും എഴുത്തിലും ഗവേഷണത്തിലുമുള്ള കഴിവുകൾ തൊഴിൽ രംഗത്ത് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ജൂൺ 14 ശേഷം ജോലിയിൽ കൂടുതൽ മെച്ചവും സ്വാസ്ഥ്യവും പ്രതീക്ഷിക്കാം. ചിങ്ങൻ രാശിയിലേക്കുള്ള ചൊവ്വയുടെ സംക്രമണം തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കും. സാമ്പത്തികം നോക്കുമ്പോൾ ഈ മാസം സാമ്പത്തികമായി പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട്. ബിസിനസ്സിൽ മികവ് പുലർത്താനും പുരോഗതി നേടാനും സാധിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കാനും സാമ്പത്തിക വളർച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇടവൻ രാശിക്കാർക്ക് ജൂൺ 2025 സാമ്പത്തികമായി വളരെ അനുകൂലമാണ്. കഠിനാധ്വാനത്തിനും ഫലം ലഭിക്കും. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാനോ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനോ സാധ്യതയുണ്ട്. എന്നിരുന്നാലും മകര നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവമായ വരവ് നോക്കാതെ ചെലവ് ചെയ്യുന്ന പ്രവണത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് ഓർക്കേണ്ടത് പ്രധാനമാണ്. ഈ അനുകൂല സാമ്പത്തിക സാഹചര്യങ്ങൾക്കിടയിലും അമിത ചെലവുകൾ ഒഴിവാക്കാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും ചെയ്യുന്നത് ദീർഘകാല നേട്ടങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ കുടുംബജീവിതം പൊതുവെ നന്നായിരിക്കും. ദാമ്പത്യത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കുകയും കുടുംബസൗഖ്യം വർദ്ധിക്കുകയും ചെയ്യും. ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇത് ക്ലേശങ്ങൾ ഉണ്ടാക്കുമെന്നും മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. ആശയപരമായ ഭിന്നതകൾ ഒഴിവാക്കാൻ തുറന്ന ആശയവിനിമയം സഹായിക്കും. സന്താന ഗുണം അനുഭവിക്കാനും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന സൂചനകളും ഉണ്ടാകും. പ്രണയവും ദാമ്പത്യം നോക്കുമ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും കൂടുതൽ സന്തോഷം അനുഭവിക്കുകയും ചെയ്യും. വൈവാഹിക ജീവിതം മികച്ചതാക്കാൻ നിർബന്ധ ബുദ്ധിയോടും ആശങ്കയോടും പെരുമാറുന്നത് ഒഴിവാക്കണം. ചൊവ്വയുടെ കർക്കിടകത്തിലെ സഞ്ചാരം ബന്ധങ്ങളിൽ വൈകാരിക സംവേദനക്ഷമത വർദ്ധിപ്പിക്കുകയും ഇത് ചിലപ്പോൾ തെറ്റിദ്ധാരണകളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ക്ഷമയും തുറന്ന ആശയവിനിമയവും അനിവാര്യമാണ്. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. ശരിയായ ഭക്ഷണക്രമം ഈ മാസം മുഴുവൻ ഉത്സാഹം നിലനിർത്താൻ സഹായിക്കും. എന്നിരുന്നാലും ബാല്യകാലത്തെ ആരോഗ്യക്കുറവ് അനുഭവപ്പെട്ടിരുന്നതായി കാണുന്നുണ്ട്.
കൂടാതെ ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് പ്രധാനവുമാണ്. പഠനത്തിൽ മുന്നേറ്റവും പരീക്ഷകളിൽ വിജയം നേടാനും സാധിക്കും. മകയിര നക്ഷത്രക്കാർക്ക് പൊതുവെ വിദ്യാഭ്യാസ കാലത്ത് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നുമുണ്ട്. എന്നാൽ 21 വയസ്സ് മുതൽ 37 വയസ്സുള്ള കാലം വിദ്യാഗുണത്തിന് അനുകൂലവുമാണ്. ഈ മാസം സൂര്യൻ മിഥുനത്തിലെ സഞ്ചാരം ആശയവിനിമയ ശേഷിയും പഠന താല്പര്യം വർദ്ധിക്കാനിടയുണ്ട്. ബുധൻ്റെ മൗഢ്യം ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ പിന്നീട് കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. ഓരോ ആഴ്ചകളിലെയും വിശകലനം നോക്കുമ്പോൾ ഒന്നാമത്തെ ആഴ്ച ജൂൺ 1 മുതൽ 7 വരെ, ഈ ആഴ്ചയുടെ തുടക്കത്തിൽ സൂര്യൻ മിഥുനൻ രാശിയിൽ മകയിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് ആശയവിനിമയത്തിനും പുതിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകും. വ്യാഴം മിഥുനൻ രാശിയിലേക്കും മകയിര നക്ഷത്രത്തിൽ തുടരുന്നത് തൊഴിൽപരമായ നേട്ടങ്ങൾക്കും മാനസിക സന്തോഷത്തിനും വഴിയിരിക്കും. ചൊവ്വ കർക്കിടകൻ രാശിയിൽ തുടരുന്നതിനാൽ വൈകാരിക സംവേദനക്ഷമത കൂടുതലായിരിക്കും. കുടുംബപരമായ കാര്യങ്ങൾ ശ്രദ്ധ നൽകേണ്ടി വരും. ജൂൺ 7 ശേഷം പഞ്ചമഭാവത്തിൽ കുജ-കേതു യോഗം വരുന്നതിനാൽ അനാവശ്യമായ ആലോചനകൾക്കും മക്കളുടെ കാര്യത്തിൽ മനക്ലേശത്തിനിടയുണ്ട്. ഈ ആഴ്ചയിൽ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധ ആവശ്യവുമാണ്. അമിത ചിലവുകൾ ഒഴിവാക്കുകയും വേണം. രണ്ടാം വാരം ജൂൺ 8 മുതൽ 14 വരെ ബുധൻ മൗഢ്യമുള്ളതിനാൽ ആശയവിനിമയത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ജൂൺ 8 ശേഷം ആശയവിനിമയം കൂടുതൽ വ്യക്തമാവുകയും ജൂൺ 7 ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ഊർജ്ജവും പ്രചോദനവും വർദ്ധിക്കുകയും ചെയ്യും. ഇത് പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കാനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനും സഹായിക്കും. ജൂൺ 10-11 തീയതികളിൽ വെളുത്തുവാവ് സംഭവിക്കുന്നുണ്ട്. ഇത് വൈകാരികമായ ചില ഉണർവുകൾക്ക് കാരണമാവുകയും ഈ ആഴ്ചയിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ ആഴ്ച ജൂൺ 15 മുതൽ 21. ജൂൺ 15 മുതൽ മലയാള മാസം മിഥുനം ആരംഭിക്കുന്നു. സൂര്യൻ മിഥുനത്തിൽ തുടരുന്നത് ആശയവിനിമയത്തിനും പുതിയ പഠന അവസരങ്ങൾക്കും സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂലമാണ്. ഈ കാലയളവിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങളിൽ സ്ഥാനക്കയറ്റമോ പുതിയ അവസരങ്ങളോ ലഭിക്കും. കുടുംബത്തിലും ബന്ധങ്ങളിലും ഐക്യം നിലനിർത്താൻ ആശയവിനിമയത്തിൽ ശ്രദ്ധ നൽകേണ്ടതും പ്രധാനമാണ്. ജൂൺ 20-22 സൂര്യൻ കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുന്നത് വീടും കുടുംബവുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. നാലാമത്തെ ആഴ്ച 22 മുതൽ 30 വരെ. ഈ ആഴ്ചയിൽ സൂര്യൻ കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത് വൈകാരികമായ കാര്യങ്ങളിലും കുടുംബത്തിലും ശ്രദ്ധ വർദ്ധിപ്പിക്കും. ജൂൺ 25 കറുത്ത വാവ് സംഭവിക്കുന്നുണ്ട്. ഇത് പുതിയ തുടക്കങ്ങൾക്കും പഴയ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനും അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായി ഈ ആഴ്ച അനുകൂലമാണ്. പുതിയ നിക്ഷേപ അവസരങ്ങൾ ലഭിക്കുമെന്നാൽ അമിതമായ പണം ചിലവാക്കുന്ന പ്രവണത നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പൊതുവായ ദോഷപരിഹാരം നോക്കുമ്പോൾ സൂര്യനാരായണ പ്രാർത്ഥന. സൂര്യൻ്റെ മിഥുനൻ രാശി പ്രവേശനം ആശയവിനിമയത്തെയും നൂതന ആശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിനാൽ സൂര്യനാരായണ പ്രാർത്ഥനയോ ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതോ ശുഭകരമാണ്. ദാനം ചെയ്യുന്നത് നല്ലതാണ്. ചുവപ്പ്, മഞ്ഞ, സ്വർണം നിറങ്ങളുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് ശുഭകരമായ ഫലങ്ങൾ നൽകുന്നു. ചൊവ്വയുടെ പ്രതികൂല സ്വാധീനം ലഘൂകരിക്കാൻ തേൻ ഉപയോഗിച്ച് ശിവന് അഭിഷേകം നടത്തുന്നത് ഉചിതമാണ്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ മകയിര നക്ഷത്രക്കാർക്ക് 2020 ജൂൺ മാസത്തിലെ അനുകൂലമായ ഗ്രഹസ്ഥതകളെ പരമാവധി പ്രയോജനപ്പെടുത്താനും വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാനും സാധിക്കും.